അപ്പോ ഇനി നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ്. കോഴിക്കോടുകാരുടെ അന്വേഷണം പറയാൻ 2 പേര് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. തെലുങ്ക് സിനിമയിൽ ഇപ്പൊ തിരക്കാണ്, ഹൈദരാബാദിൽ ഷൂട്ടിലാണ്, അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ കിഷ്കിന്റെ കാണ്ഡം എന്ന് പറഞ്ഞ എന്റെ ഇതിന് മുന്നത്തെ സിനിമയും അദ്ദേഹം തന്നെയായിരുന്നു മ്യൂസിക്. അപ്പൊ ഇനി അടുത്ത മനോജേട്ടൻ പോവാൻ വരട്ടെ. അടുത്ത പാട്ടിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആസിഫക്കാട് ഫാൻസ് അടുത്ത സിനിമ വരുന്ന ജിത്തു ജോസഫിന്റെ പടമാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന ഒരു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് ദിവസങ്ങളായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, ആസിഫ് അലി നായകനായിട്ടുള്ള ഒരു ചിത്രം തിയേറ്ററിലിറങ്ങി വളരെ നല്ല രീതിയിൽ മികച്ച പ്രതികരണമായിട്ട് മുന്നോട്ട് പോവുകയാണ്, രേഖാചിത്രം. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനാണ്, ബെൽ ലൈക്കും കൂടി പ്രസ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന തുടർന്നുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും നിങ്ങളെ വിലപ്പെട്ട കമൻസ് എല്ലാം ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് ഐ ആം സൈജിത്ത് വിശ്വാസം, സൈത്ത് ഭക്തൻ യൂട്യൂബ് ചാനൽ. സ്നേഹവും സന്തോഷവും ഒക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഒരു കൈയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്നുണ്ട് ഒരുമിച്ച് അമൽ അലിക്ക് വേണ്ടി. എവരിബഡി താങ്ക് യു. നൗ ലെറ്റ് മീ ഇൻവൈറ്റ് അക്ഷയ് ഓൺ സ്റ്റേജ്. അക്ഷയ് ഞാൻ ക്ഷണിക്കുന്ന കൂടെ തന്നെ അദ്നാനെ കൂടി ക്ഷണിക്കുകയാണ്. അക്ഷയ് ആൻഡ് അദ്നാൻ. സൽമാൻ കൂടി ഓടി വന്നോ, ആസിഫ് ഖാന്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് സൽമാൻ കൂടി ഓടി വന്നോ. ഓക്കെ, അപ്പൊ ഞാൻ അക്ഷയും അതുപോലെ തന്നെ അദ്നാനെയും കൂടി ക്ഷണിക്കുകയാണ് ഈ സ്നേഹം കൈമാറുന്നതിന് വേണ്ടി, ഈ സ്നേഹം അങ്ങ് കൊടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ആസിഫക്കയ്ക്ക് വേണ്ടി. ഗംഭീര ചിത്രം സമ്മാനിച്ചിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആസിഫക്കയ്ക്ക് വേണ്ടി. സുരുഗ്രൻ കൈഡി എവരിബഡി. ഇനി ഞാൻ സൽമാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ട് ഒരാൾ എത്തിയിരിക്കാൻ. നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയിട്ട് ഏത് സിനിമയാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓടിവാ. ഈ സമ്മാനമാണ് കൊടുക്കാനുള്ളത്. അപ്പൊ ഈ പാട്ട് ഏത് സിനിമയിലാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാതോട് കാതോരം മൂവി. ആ മൂവിയിലെ ഒരു സീൻ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ രേഖാചിത്രം വരെ നമ്മൾ ഉണ്ടായിട്ടുള്ളത്. സോ നമ്മുടെ ചോദ്യത്തിന് റൈറ്റ് ഇടം എടുക്ക. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ ആയിട്ട് സൽമാൻ എത്തിയപ്പോ സൽമാൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ, ഞാൻ കൊടുത്താൽ പോരാ, ഈ ഗിഫ്റ്റ് ആസിഫക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണമെന്നുള്ള. അപ്പോ സൽമാൻ കൺഗ്രാറ്റുലേഷൻ. സൽമാൻ ഹാപ്പി ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ റൈറ്റ്. ഇനി ഇതൊക്കെ സമ്മാനങ്ങളാണ് കൊടുക്കാൻ. ഇതൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. പെട്ടെന്ന് കൊടുത്തോ വളരെ പെട്ടെന്ന്. ഗംഭീര കൈഡി എവരിബഡി. വളരെ പെട്ടെന്ന്. യെസ്. ഇനി നമുക്ക് 50 കോടി സെലിബ്രേഷന്റെ ഭാഗമായിക്കൊണ്ടുള്ള കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഒരു നറുക്കെടുപ്പിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ യെസ്, വി ആർ മൂവിംഗ് ഓൺ ടു ദി കേക്ക് കട്ടിംഗ് സെറമണി. നമ്മുടെ കേക്ക് എവിടെയാണ്? കേക്ക് ഒന്ന് പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ കേക്ക് കട്ടിംഗ്. യെസ്, കേക്ക് എവിടെ? യെസ്, താങ്ക് യു എവരിബഡി. അപ്പോ ഈ സമയം 2, 1. ഒരു ത്രില്ലർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഇതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരോടുമുള്ള മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ നന്ദി സ്നേഹം കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. സോ ഞാൻ ഒരിക്കൽ കൂടി ഇനി നമ്മുടെ ഹൈലൈറ്റ് ടീമിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പലാക്സ് സിനിമാസിൽ നിന്നും ആരെങ്കിലും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടി ഒന്ന് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ. മിസ്റ്റർ ഷിഹാബ് പലാ മറ്റൊരു കാര്യം അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്.
സുഖമല്ലേ എൻ്റെ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാർക്ക്? ഇങ്ങനെ ഒരു അവസരം എൻ്റെ ലൈഫിൽ അതിന് ആസിഫ് പറഞ്ഞ വളരെ ശരിയാണ്. അതിന് ദൈവം അനുഗ്രഹിക്കണ്ടേ? അത് ഈ 2025 ആസിഫിൻ്റെ കൂടെ അഭിനയിച്ച പടം. ഞാൻ ഇവിടെ ദുൽഖർ മുതൽ പ്രണവ് മുതൽ പൃഥ്വിരാജ്, നിവിൻ പോളി, ടൊവിനോ എല്ലാവരുടെ കൂടെ അഭിനയിച്ചു. ഷാസിയുടെ കൂടെ ഞാൻ ആദ്യം അഭിനയിക്കുകയാണ്. ആദ്യം അഭിനയിച്ചപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ. ഇതിനപ്പുറത്ത് എന്ത് വേണം? അതിന് കാരണക്കാരനായ ആദ്യത്തെ കാരണക്കാരൻ നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലേ? നമ്മുടെ സ്വന്തം മെഗാസ്റ്റാറിന്റെ അനുഗ്രഹമാണ് ഈ സിനിമയുടെ ആദ്യ തുടക്കം. അതിനുശേഷം നമ്മുടെ ജോഫിനോട് നമ്മുടെ കപ്പിത്താൻ, അദ്ദേഹത്തിന്റെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നറേഷനാണ്, സ്ക്രിപ്റ്റിനെ മറികടക്കുന്ന നറേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ആസിയുടെ അപാരമായ പെർഫോമൻസ്, അനശ്വര കലയ്ക്ക് പൊളിച്ചു. ഇതിൽ അഭിനയിച്ച എല്ലാവരും. എൻ്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ പറയണം കേട്ടോ. അപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നു അല്ലേ? കുഴപ്പമില്ല, സന്തോഷം. അപ്പൊ എന്താ പറയുക, നിറഞ്ഞ സന്തോഷം മാത്രം. ആസി പറഞ്ഞ പോലെ കോഴിക്കോട് സാഹോദര്യം, സ്നേഹം, സൽക്കാരം, ആഘോഷം, അതിന് ഇതിൻ്റെ അപ്പുറത്തൊരു സ്ഥലമില്ല. ഇവിടെ തന്നെ ഞങ്ങളുടെ രേഖാചിത്രത്തിന്റെ ഈ ബ്ലോക്ക് ബസ്റ്റർ 50 crores സെലിബ്രേഷൻ നടത്താൻ സാധിക്കും. ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകന് കൈമാറണോ? പാട്ട് ഞാൻ പാടും. നമ്മുടെ വീണയൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ രൂപ രേവതി ഇവിടെ ഉണ്ട്. രൂപയും കൂടെ വരണം. ആരാ വരും? ഞാൻ പാട്ട് ഇത് സംസാരം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ലാസ്റ്റ് പിടിക്കാം. അല്ല, ഉറപ്പായിട്ട് പാടും. പക്ഷെ ഈ സംസാരം ഇത് ഇമ്പോർട്ടൻ്റാ. ഇവിടെ ജോഫിനോട് കിട്ടാൻ മൈക്ക്. നമ്മുടെ സിനിമയുടെ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ നമുക്ക് ഏറെ മാറുകയാണ്. സോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു കഥ പറയൽ രീതിയും ഒരു സ്റ്റൈലും ഒക്കെ മലയാള സിനിമയിൽ അങ്ങ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഇതിനിപ്പോ ഒരു ട്രെൻഡായിട്ട് മാറുമോ? പഴയ സിനിമകളൊക്കെ എങ്ങനെ, പഴയ രംഗങ്ങളൊക്കെ പൊട്ടിതട്ടിയെടുത്ത് പുതിയ. അപ്പോ ഇനി നമുക്ക് ഒരുപാട് സെലിബ്രേഷൻസ്. കോഴിക്കോടുകാരുടെ അന്വേഷണം പറയാൻ 2 പേര് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട അനശ്വര രാജൻ. തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ തിരക്കാണ്, ഹൈദരാബാദിൽ ഷൂട്ടിലാണ്, അതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം അനശ്വര അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം മുജീബ്, ഈ സിനിമയുടെ സംഗീത സംവിധായകൻ. കിഷ്കിൻ്റെ കാണ്ഡം എന്ന് പറഞ്ഞ എൻ്റെ ഇതിന് മുന്നത്തെ സിനിമയും അദ്ദേഹം തന്നെയായിരുന്നു മ്യൂസിക്. അപ്പോൾ അദ്ദേഹത്തിനും എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ 2 പേരുടെ സ്നേഹം നിങ്ങൾ അറിയിക്കുന്നു. ഇനി എന്താണ് മനോജേട്ടൻ പോവാൻ വരട്ടെ. അടുത്ത പാട്ടുണ്ട്, പാട്ടിലേക്ക് നമ്മൾ ഉറപ്പായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ആസിഫക്കാടെ ഫാൻസ് അടുത്ത സിനിമ വരുന്ന ജിത്തു ജോസഫിന്റെ പടമാണ് എന്നുകൂടി അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇനി ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ അതിനു മുന്നേ ആയിട്ട് മനോജ് ചേട്ടന്റെ പാട്ട് വേണ്ടേ? ഏത് പാട്ടാണ് പുള്ളിനെ കൊണ്ട് നമ്മൾ പാടിക്കുക? എൻ്റെ ഒരു ഫേവറേറ്റ് ഉണ്ട്, ചോദിച്ചേട്ടൻ ഇടിക്കരുത്. അന്തിക്കടപ്പുറത്ത് ഞാൻ പാടും, എല്ലാരും പാടും, നമ്മളെല്ലാരും കൂടെ പാടിയിരിക്കും. ഒരു കൈഡി അന്തിക്കടപ്പുറം. നാക്കിളിമൊക്കിളി തൊട്ട് കളിക്കണ കടലിൻകുട്ടി കളക്കരമുത്തുകണക്കൊരു കൊച്ചു കിടാത്തലുദിച്ചു വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കും പറയ ചെണ്ടകളറി തരികട മേള പഠിച്ചു മുഴക്കും ചാകര വന്ന കണക്കുമടപ്പുറമാകത്തരികിട ചെറുതത്തൈ ഞാനും കേട്ടേ അവരവനിന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വെള്ളം ഇറങ്ങി ഒരുങ്ങിയിറങ്ങിയ നമ്പടി കൂടാനത്തിന് പാടം പാലത്തോടികൾ ഒഴുത്തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട നിമൃതത്തെ തുറകളി നിന്നൊരു തൊടുകുണി വേളത്തായം പകയുടെ ചമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടകളി തുടലുകൊഴുകി അത്തിമരത്തിൻ കീഴെ തറകിടരപ്പോ തിക്കരി നല്ലത് വാടി തണ്ടട് വലകട് പറകട് പടപട് പൊഴുകളി നദിയുടെ തകലടി മുറുകി തണ്ടട് വലകട് പറകട് പടപട് പൊഴുകളി നദിയുടെ തകലടി മുറുകി ചലികിടതി മൃതത്തൈ ആകിടതി മൃതത്തൈ നിവികിടതി മൃതത്തൈ. ഇത്തരം ആഘോഷങ്ങളിൽ ഇതിനപ്പുറത്തൊരു പാട്ടില്ല. വെരി സോറി, അതുകൊണ്ട് പാടിപ്പോയതാണ്. ഇപ്പോഴും എവർലാസ്റ്റിംഗ് ആയിട്ട് ഭരതേട്ടനും ജോൺസ് ചേട്ടനും കൈതപ്പും ഒക്കെ എനിക്ക് തന്നിട്ട് പോയ പാട്ടാണ്. ഇവിടെ മുരളിച്ചേട്ടനെ ഓർക്കുന്നു.
ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്നത് തുടർന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്കും ഷെയറും വിലപ്പെട്ട കമൻസ് എല്ലാം വരുന്നുണ്ട്. ഐ ആം സജിത് വിശ്വ ഫ്രം സജിത് ഭക്തൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ, സി യു.